ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു നോമ്പ് തുറ വിശേഷങ്ങളായിട്ടാണ്. ഞാൻ ആദ്യമേ പോയി ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ ചട്ടിപ്പത്തിരിക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചു. അതിനൊപ്പം ഉമ്മ കറി ഉണ്ടാക്കുന്നത് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി നിന്നു. ചട്ടിപ്പത്തിരിക്ക് വേണ്ട ചിക്കനൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ സ്മാഷ് ചെയ്തെടുത്തു. അങ്ങനെ വെജിറ്റബിൾസും ചിക്കനും ഇട്ട് മസാല റെഡിയാക്കി. പിന്നെ തണ്ണിമത്തനായിട്ടൊരു അംഗമായിരുന്നു. നോമ്പ് സമയത്ത് എല്ലാവർക്കും വേണ്ട തണ്ണിമത്തനാണല്ലോ. പക്ഷെ കഷ്ടപ്പെട്ട് ഞാൻ മുറിച്ചെടുത്തു. തണ്ണിമത്തനില്ലാതെ എന്ത് നോമ്പ് തുറ അല്ലേ. അത് ജ്യൂസ് അടിക്കാറുമുണ്ട്, കട്ട് ചെയ്ത് വെക്കാറുമുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടം ഒരുപോലെ. അതിനിടയിൽ അസർ ബാങ്കും കൊടുത്തു. ഇനി നമുക്ക് വേഗം എല്ലാം സ്പീഡപ്പ് ആക്കണം. പിന്നെ ചട്ടിപ്പത്തിരി ഒന്ന് ലെവലാക്കാൻ നിന്നു. അടിയിൽ നമ്മൾ ഉണ്ടാക്കിയ മസാലയും ഇടയിൽ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ടു. അതിനുശേഷം വീണ്ടും ഒരു ലെയർ വെച്ചിട്ട് ഉണ്ടാക്കിയ മസാല ഇട്ടു. അങ്ങനെ ഒരു 3 ലെയർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ സമൂസയും ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ സമൂസയും ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മൊമോസ് ഉണ്ടാക്കിയിട്ടായിരുന്നു. എൻ്റെ കസിന് കുറേ ദിവസമായി മൊമോസ് വേണമെന്ന് പറഞ്ഞിട്ട്. എങ്കിൽ പിന്നെ നോമ്പ് തുറക്കി ഉണ്ടാക്കാമെന്ന് വെച്ച്. അങ്ങനെ ചട്ടിപ്പത്തിരി ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആ ലെയർ കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി മൊമോസും സമൂസയും ചട്ടിപ്പത്തിരിയൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞ് എല്ലാവരും പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നിന്ന്. പത്തിരി ഉണ്ടാക്കി, ചിക്കൻ കറി വെച്ച്, പിന്നെ ചിക്കനിട്ട് ബിരിയാണി വെച്ച്, പൊരിച്ച് ചിക്കനിട്ട് ബിരിയാണി വെച്ച്. പിന്നെ പാലക്കാട്ടുകാർക്ക് ബിരിയാണിക്ക് കായ്ച്ചാറില്ലാതെ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കായ്ച്ചാറും വെച്ച്. എനിക്കിഷ്ടമല്ല കേട്ടോ കായ്ച്ചാറ് കൂട്ടി കഴിക്കുന്നത്. പിന്നെ അൽഹംദുലില്ലാഹ് അതും കഴിഞ്ഞു.